അത്രയും പൈസ കളയാതെ ഇപ്പം നമുക്ക് ആ ബ്ലോവർ മാത്രം ഒന്ന് അഴിച്ച്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ വാഹനത്തിൻ്റെ ബോണറ്റ് തുറന്ന സമയത്ത് ഒരു ചെറിയ എലിയുടെ സ്മെല്ല് വന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. പക്ഷേ മേളിലൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ മേളിലെങ്ങാണ്ട് എലി വന്നിരുന്ന ഒരു ഫീല് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ ആദ്യം ഓർത്ത് വലിയ കാര്യമാക്കിയില്ല. പക്ഷേ പിന്നെയും എനിക്കൊരു ഡൗട്ട്, കാരണം എലിയുടെ പ്രസൻസ് എപ്പോഴെങ്കിലും നമ്മുടെ ബോണറ്റിൽ, അതായത് നമ്മുടെ ഹുഡ് തുറക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോണം, നിങ്ങളുടെ വാഹനത്തിനകത്ത്, അതായത് ഏറ്റവും സേഫായിട്ട് അവൻ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഹുഡാണ്. അതായത് ഈ ഒരു പോർഷൻ്റെ താഴെ നമ്മുടെ AC ഫിൽറ്ററിൻ്റെ ഭാഗത്ത് അവൻ ഇരിക്കും. അതുകൊണ്ട് ഞാനിത് അഴിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയ സമയത്താണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അതുപോലെ വെച്ചത്. ഈ കാണുന്ന കണ്ടീഷനാണ് ഇപ്പം AC ഫിൽറ്റർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന എലിക്കാട്ടമൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, അത് ഓരോന്നോരോന്നായിട്ട് താഴെ വീഴുന്നുണ്ട്. ഏതായാലും ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഒരു 6 മാസമായിട്ടുള്ള ഞാനിപ്പോൾ ഈ AC ഫിൽറ്റർ റീപ്ലേസ് ചെയ്തിട്ട് ഏകദേശം 5000 കിലോമീറ്റർ ഓടിയില്ല. അപ്പോൾ വാഹനത്തിനകത്ത് പൊടിയുടെ അംശം ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ. അത് ഞാൻ വെരി ഫ്രാങ്ക് ആയിട്ട് പറയാം. കാരണം കുറച്ച് നാളായിട്ട് എനിക്ക് ക്ലീനിങ് അത്ര ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇതിനകത്തുള്ള പൊടി ഞാനൊന്ന് കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. കണ്ടോ, പൊടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഏതായാലും എലിക്കാട്ടവും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. അതിൻ്റെ അർത്ഥം ഈ വാഹനത്തിൻ്റെ AC-ക്കകത്ത് എലി കയറി എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ AC ഫിൽറ്ററിനെ തിരിച്ച് ഫിറ്റ് ചെയ്യരുത് ഒരു കാരണവശാലും. അല്ലെങ്കിൽ നിങ്ങളിത് കണ്ടു, ഇത് എയർ അടിച്ച് ക്ലീൻ ചെയ്യാന്നുള്ള ചിന്തയുണ്ടെങ്കിൽ തെറ്റാണ്. തൽക്കാലം ടെമ്പററി ആയിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് തിരിച്ചതുപോലെ ഇടാം. ഇട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്തുള്ള ഷോറൂമിൽ, ഇപ്പോൾ ഇന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, വെരി നെക്സ്റ്റ് ഡേ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് AC ഫിൽറ്റർ മാറുന്നതിൻ്റെ കൂട്ടത്തിൽ ബ്ലോവർ അസംബ്ലിയും കൂടെ ഒന്ന് അഴിച്ച് നോക്കി അതിനകത്ത് എവിടെയെങ്കിലും എലിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതെടുത്ത് ക്ലീൻ ചെയ്ത് തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഈ ഒരു കണ്ടീഷനിൽ ഞാൻ ഓടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് എലി വല്ലതും ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചത്തുപോകല്ലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ AC-യുടെ യൂണിറ്റ് ഫുള്ള് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത്രയും പൈസ കളയാതെ ഇപ്പം നമുക്ക് ആ ബ്ലോവർ മാത്രം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട കാര്യമേ വരുന്നുള്ളൂ. അത് മാത്രം ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ ഒരു പരിപാടി തീർത്തണം. അതുകൊണ്ട് ഞാനും സ്വന്തമായിട്ട് തന്നെ ബ്ലോവർ ഒന്ന് അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ സ്വന്തമായിട്ട് അഴിക്കാൻ ഞാൻ പറയത്തില്ല. അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്തോണം. അറിയാൻ മേലാത്ത ആൾക്കാരാണെങ്കിൽ സർവീസ് സെൻറ്ററിൽ തന്നെ കൊണ്ടുപോയി അവരെ കൊണ്ട് ചെയ്യിച്ച് നീറ്റാക്കി പുതിയ AC ഫിൽറ്ററും കൂടെ മേടിച്ചോണം. AC ഫിൽറ്റർ അത്യാവശ്യം 5000 കിലോമീറ്റർ കൂടുമ്പോൾ ഒന്ന് അഴിച്ചു നോക്കുക. ഇതുപോലെ മോശമായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും എയർ അടിച്ച് ക്ലീൻ ചെയ്യാന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണ്ട, തെറ്റാണ്. റീപ്ലേസ് ചെയ്ത് വിടുക.